കള്ളക്കടത്ത് തട്ടിപ്പ് കേസ് അന്വേഷണത്തിനെത്തിയതുപോലെ കേരളത്തിൽ നടക്കുന്ന ബാങ്ക് മാസപ്പടി കേസുകളുടെ ബാക്കി പത്രം തേടി സിബിഐയും ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമും കേരളത്തിൽ എത്തുമോ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണങ്ങളുടെ സൂചനകൾ അതിലേക്കാണ് നീളുന്നതെന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL കമ്പനി നൽകിയ അന്യായമായ ഉപഹാരം സംബന്ധിച്ച കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണമെന്ന് ഇടപാട് നിയമവിരുദ്ധമെന്ന് കണ്ട 3 അംഗ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരുടെ സെറ്റിൽമെന്റ് ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ജനപക്ഷം നേതാവുമായ ഷോൺ ജോർജ് പരാതിപ്പെട്ടിരിക്കുകയാണ്. 15 ദിവസത്തിനകം നടപടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം മാസപ്പടി വിവാദം അന്വേഷണത്തിന് എത്താൻ സാധ്യതയുണ്ട്. അഥവാ വന്നാൽ തന്നെ ഓന്തോടിയാൽ വേലിയോളം എന്ന് പറയുന്നത് പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലെ എല്ലാം എങ്ങും എത്താതെ നീണ്ടുപോകുമോ എന്നാണ് സംശയം. ലാവ്ലിൻ കേസ് CBI മാറ്റിവെച്ചത് 35 തവണയാണ്. ആ CBI തന്നെയല്ലേ കരുവന്നൂരിലും എത്തുക? കരുവന്നൂർ തട്ടിപ്പിന്റെ ഭാഗമായി നടന്ന കൈക്കൂലി കേസുകളും ദുരൂഹ മരണങ്ങളും EDയുടെ മേഖലയല്ല. അവർ കേസന്വേഷണത്തിനായി കേരളത്തിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ മാനങ്ങൾ അന്വേഷിക്കാനാവില്ല. വായ്പാ തട്ടിപ്പിനായി ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിയതായി EDക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തുകയുടെ നിശ്ചിത ശതമാനമായിരുന്നു കൈക്കൂലി. 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ വാങ്ങിയ പ്രമുഖരുണ്ടത്രേ. ഇപ്പോൾ അറസ്റ്റിലായ ജിൽസ് ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയ അനധികൃത പണത്തിന് രേഖയുണ്ടത്രേ. 2011 തുടങ്ങിയ തട്ടിപ്പ് 2020 വരെ പുറത്തു വരാതിരുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. തട്ടിപ്പ് വിവരം പാർട്ടിയെ അറിയിച്ച പ്രവർത്തകൻ രാജീവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും അയ്യന്തോൾ ബാങ്കിലെ ജീവനക്കാരനായ ശിവലാലിനെ കാണാതായതും എല്ലാം ഇപ്പോൾ സംശയത്തിന്റെ മുനയിലാണ്. ഇവയുടെ എല്ലാം പിന്നിലുള്ള സത്യം പുറത്തുവരണമെങ്കിൽ CBI എത്തണം എന്ന ചിന്ത ശക്തമാകുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചും കോടതിയെ സമീപിക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങളും നടക്കുന്നുണ്ട്. കരുവന്നൂർ അന്വേഷണം എവിടെയെത്തും എന്ന ഭീതി CPMനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് കരുതാനാണ് ന്യായം. AC മൊയ്തീന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ PR അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തതോടെ ആരെയെല്ലാം അറസ്റ്റ് ചെയ്യും എന്ന ഭീതി വളരുന്നു. അറസ്റ്റിനെ CPM സെക്രട്ടേറിയറ്റ് തന്നെ അപലപിച്ചു. അടുത്തത് ഞാനും മൊയ്തീനും ആവും എന്ന് തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK കണ്ണൻ തന്നെ പരസ്യമായി പറഞ്ഞതും ഈ ഭീതിയുടെ അടയാളമായി. വിളിച്ചുവരുത്തി മാത്രമല്ല, ഒളിച്ചിരിക്കുന്ന താവളത്തിൽ എത്തിയും അറസ്റ്റ് ചെയ്യാം എന്ന് ED വ്യക്തമാക്കി കഴിഞ്ഞു. പണം തട്ടിപ്പ് കേസിലെ അറസ്റ്റും അടിയന്തരാവസ്ഥയിലെ അറസ്റ്റും തമ്മിൽ തുലനം ചെയ്യാനും മറ്റ് സഖാക്കൾ നടത്തുന്ന ശ്രമത്തിന്റെ പൊള്ളത്തരം ആർക്കാണ് മനസ്സിലാകാത്തത്? CPM നിലപാടുകൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പാർട്ടി പണം നഷ്ടപ്പെട്ട ജനത്തിനൊപ്പമോ തട്ടിയെടുത്തതായി സംശയിക്കപ്പെടുന്നവർക്ക് ഒപ്പമോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മുഖത്തേറ്റ അടിയാണ് കരുവന്നൂർ എന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞെങ്കിലും അതൊരു അടിയേ അല്ല എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതാവും കുറെ കാലത്തേക്കെങ്കിലും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ മുഖം. മുഖ്യമന്ത്രി കുറെ കൂടി കടത്തി പറഞ്ഞു. കേരളത്തിൽ ബിനാമി ഇടപാടേ ഇല്ലത്രേ. എത്ര കൃത്യവും വിശ്വാസ്യവുമായ നിരീക്ഷണം. സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം വല്ലാതെ ചോർന്നു പോവുകയാണ്. രാഷ്ട്രീയക്കാർ കൊടിയുടെ നിറം ഇല്ലാതെ ഞങ്ങളെ തട്ടിക്കുന്നു എന്ന ഭയം ശക്തമാകുന്നു. പല സഹകരണ ബാങ്കിൽ നിന്നും വൻതോതിൽ പണം പിൻവലിക്കുന്നുണ്ട്. റൺ തുടങ്ങിയാൽ സഹകരണ ബാങ്കുകൾ എന്നല്ല ഒരു ബാങ്കും പിടിച്ചു നിൽക്കില്ല. അതുണ്ടാവാതെ നോക്കണം. തിരിച്ചടവ് നടപടികൾ കർശനമാക്കണം. അന്വേഷണം ആരംഭിച്ചതോടെ ബാങ്കിൽ കുടിശ്ശിക അടയ്ക്കാറുണ്ടായിരുന്ന പലരും അടയ്ക്കാതായി. പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും തിരിച്ചടയ്ക്കുവാൻ പ്രേരിപ്പിക്കുകയുമാണ് അഭ്യുദയകാംക്ഷി. തിരിച്ചടയ്ക്കുവാൻ സഹായിക്കുകയാണ് അവരോടും പൊതുജനങ്ങളോടും കൂറുള്ളവരും അഭ്യുദയകാംക്ഷികളും ചെയ്യേണ്ടത്. അല്ലാതെ തിരിച്ചടവിനുള്ള നടപടിക്കെതിരെ പ്രതിഷേധിക്കുകയല്ല. തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്ക് എങ്ങനെ പിടിച്ചു നിൽക്കും? ED അന്വേഷണവുമായി മുന്നേറുകയാണ്. തൃശൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി NB ബീന,
മുഖ്യപ്രതി പി സതീഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു എന്നിവരെ ചോദ്യം ചെയ്തു. അന്വേഷണത്തിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെട്ടു. കെ കണ്ണനെ വെള്ളിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്ക് വഴി സതീഷ് കുമാർ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതായി ഇ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. അന്വേഷണം കരുവന്നൂരിൽ മാത്രം ഒതുങ്ങില്ലെന്നാണ് വാർത്ത. അയ്യന്തോൾ, കുട്ടനെല്ലൂർ, കൂനമൂച്ചി, തിരൂർ, കോലഴി സംഘങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. വയനാട് പുൽപ്പള്ളി സഹകരണ തട്ടിപ്പിലെ ഇടനിലക്കാരനായി ഇ കരുതുന്ന സജീവൻ കൊല്ലപ്പള്ളിയെയും അറസ്റ്റ് ചെയ്തു. ഇതിനിടെ തൃശൂർ കോർപ്പറേഷനിലെ അനധികൃതമായി നിർമ്മിച്ച 152 മന്ദിരങ്ങൾ ക്രമീകരിച്ച് കൊടുത്തതിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പുണ്ടെന്ന ആരോപണത്തെക്കുറിച്ചും ഇ അന്വേഷിക്കുന്നതായി വാർത്തയുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ്. തങ്ങളുടെ നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞ 500 ഇടപാടുകാരുണ്ട്. ചികിത്സയ്ക്കും മറ്റ് അത്യാവശ്യ ചിലവുകൾക്കും പണം ചോദിച്ചു ചെന്നാൽ 10,000 മുതൽ 50,000 വരെ കൊടുക്കും. 50 ബാങ്കുകൾ ചേർന്ന് 100 കോടിയിട്ട് കരുവന്നൂർ ബാങ്കിനെ രക്ഷിക്കുവാൻ പദ്ധതിയുണ്ടായിരുന്നു. അതും നടന്നില്ല. കരുവന്നൂരിനോളം വലുതല്ലെങ്കിലും കോടികളുടെ തിരിമറിയാണ് തലസ്ഥാനത്തെ കണ്ടല സഹകരണ സൊസൈറ്റിയിൽ നിന്നും വരുന്നത്. കരുവന്നൂരിൽ CPM ആണ് പ്രതിക്കൂട്ടിലെങ്കിൽ കണ്ടലയിൽ CPI ആണ് പ്രതിക്കൂട്ടിൽ. അവിടെ പ്രസിഡന്റ് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഈടൊന്നുമില്ലാതെ കോടികൾ വായ്പ കൊടുത്തു. തിരിച്ചടവ് ഇല്ല. കൊല്ലം വടക്കേവിള ബാങ്ക്, പുത്തൂർ സഹകരണ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലെ തട്ടിപ്പിന്റെ കഥകളും പുറത്തുവന്നു. കാട്ടക്കമ്പക്കൽ മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിലും തട്ടിപ്പ് നടന്നതായാണ് റിപ്പോർട്ട്. കണക്കുകൾ കൃത്യമായി സമർപ്പിക്കാറില്ല. മിക്കവാറും സംഘങ്ങൾ ജി സുധാകരനും PA സലാമിനും ഭാരവാഹികളായിരുന്ന സൊസൈറ്റി പോലും ഇതിൽ ഉണ്ടത്രേ. സഹകാരി സഖാക്കളുടെ തട്ടിപ്പിന് ജനങ്ങളുടെ പണം കൊടുത്ത് പരിഹാരമുണ്ടാക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. 400 കോടി കൊടുത്ത് റബക്കോയും 700 കോടി കൊടുത്ത് പരിയാരം മെഡിക്കൽ കോളേജും സർക്കാർ രക്ഷിച്ചതുപോലെ ഒരു നീക്കം. പണം തട്ടിക്കൊണ്ടുപോയവർ അതുകൊണ്ട് സുഖമായി ജീവിക്കുന്നു. കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സഹായിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട KTDFC കുരുക്കിലായി. കൽക്കത്തയിലെ ശ്രീരാമകൃഷ്ണ മിഷന്റെ വകയായി ഇവിടെ ഉണ്ടായിരുന്ന 130 കോടി രൂപ തിരിച്ചു കൊടുക്കാത്തതിനെ തുടർന്ന് അവർ ആരംഭിച്ച നിയമ പോരാട്ടത്തിൽ KTDFCയുടെ നോൺ ബാങ്കിംഗ് ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കുന്നതായി വാർത്ത വന്നിരുന്നു. KTDFC വായ്പ എടുക്കുന്നത് നിയമവിരുദ്ധമായി മാറുകയാണ്. അവർക്ക് കേരള ബാങ്ക് കൊടുത്ത 356 കോടിയുടെ വായ്പയുടെയും തിരിച്ചടവും മുടങ്ങിയ പണവും പലിശയുമായി തുക 900 കോടി കടന്നു. അപ്പോഴാണ് റിസർവ് ബാങ്കിന്റെ ഈ വിലക്ക് കൂടി വരുന്നത്. കേരള സർക്കാരാണ് പണത്തിന് ഗ്യാരണ്ടി എന്നതുകൊണ്ട് നിക്ഷേപ പണം നഷ്ടമാവില്ല. പക്ഷേ സ്ഥാപനത്തിന് ഇനി പണം വായ്പയെടുക്കാൻ ആവാതെ വരുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. കേരള സംസ്ഥാന സഹകരണ ബാങ്കിലും ജില്ലാ സഹകരണ ബാങ്കിലും ഉണ്ടായിരുന്ന പണമെല്ലാമാണ് കേരള ബാങ്കിൽ ഉള്ളത്. കേരള ബാങ്ക് പ്രതിസന്ധിയിലാകുമോ എന്ന ഭീതിയും പടരുന്നുണ്ട്. ആകെ മോശമാണ് കേരളത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ. കുറ്റകൃത്യം അന്വേഷിക്കുന്നതും പ്രതികളെ പിടിക്കുന്നതും രാഷ്ട്രീയ പ്രേരിത നടപടി മാത്രമെന്ന് പറയാനാകുമോ? കേസ് അന്വേഷിക്കാത്തതും കുറ്റവാളികൾക്ക് നിർബാധം വിഹരിക്കുവാൻ സാധിക്കുന്നതും അല്ലേ രാഷ്ട്രീയ പ്രേരിത നടപടി? കേരളത്തിലെ സഹകരണ മേഖലയിൽ നടന്ന തട്ടിപ്പുകളെക്കുറിച്ച് സർക്കാരിന് അറിയുന്ന കേസുകളിൽ പോലും എന്തായി നടപടികൾ? എത്ര പേരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനായി? സാങ്കേതികത്വം പറഞ്ഞ് സൊസൈറ്റിയിലെ സെക്രട്ടറിയെയോ ക്ലർക്കിനെയോ ബലിയാടാക്കി വലിയ മീനുകൾ രക്ഷപ്പെടുകയല്ലേ? ഈ സാഹചര്യമല്ലേ രാഷ്ട്രീയ പ്രേരിതമായ സ്ഥിതി? ചോറ്റുപാത്രത്തിലെ ഒരു ചോറ് കറുത്തതാണ് എന്ന് കരുതി ചോറാകെ ചീത്ത എന്ന് പറയാനാവുമോ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം യുക്തിസഹമാണ്. പക്ഷേ ഒരു ചോറൊന്നുമല്ലല്ലോ കറുത്തത്. ഓരോ ദിവസവും പുത്തൻ കഥകൾ വരുന്നില്ലേ? ഉയർന്ന പലിശ മോഹിച്ചും പലരുടെയും സ്നേഹനിർബന്ധത്തിന് വഴങ്ങിയും ആദായ നികുതിക്കാരെ വെട്ടിക്കാം എന്ന സൗകര്യം നോക്കിയും സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ചവർ ഇന്ന് വല്ലാത്ത ഭീതിയിലാണ്. ഇതാണ് രാഷ്ട്രീയക്കാർ ചെയ്ത സഹായം. നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കുവാൻ കൂട്ടത്തോടെ പ്രവാഹമായില്ലെങ്കിലും സഹകരണ ബാങ്കുകളിൽ കിടക്കുന്ന പണം സുരക്ഷിതമാണോ എന്ന ഭീതി ജനങ്ങളിൽ ശക്തമാവുകയാണ്. നിക്ഷേപകർ മുഴുവൻ ഇളകിയാൽ ഒരു ബാങ്കിനും ദേശസാത്കൃത ബാങ്കുകൾക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത കൂട്ടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം.
മുഖ്യമന്ത്രി അപകടം മനസ്സിലാക്കിയാണ് പ്രതികരിച്ചതും. പണം സുരക്ഷിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ചവന് അത്യാവശ്യത്തിന് ചെല്ലുമ്പോൾ 5000-ഓ 10000-ഓ കിട്ടുന്ന സ്ഥിതിയിൽ എങ്ങനെ വിശ്വാസ്യത ചോരാതിരിക്കും? എന്തുകൊണ്ട് ഈ തട്ടിപ്പുകൾ നടക്കുന്നു? ഈ ബാങ്കുകൾ ഓഡിറ്റ് ചെയ്തത് ആര്? അവർ ചൂണ്ടിക്കാണിച്ച തട്ടിപ്പുകളിൽ നടപടി ഉണ്ടാകാതെ ഇരുന്നിട്ടുണ്ടോ? ഉത്തരവാദികളുടെ മേൽ കർശന നടപടി എടുക്കണം. സർവീസിൽ നിന്ന് വിരമിച്ചവരിൽ നിന്ന് പോലും പണം പിരിച്ചെടുക്കുവാൻ നടപടി ഉണ്ടാകണം. കേരളത്തിലെ എല്ലാ സൊസൈറ്റിയുടെയും കാര്യത്തിൽ ഇത്തരം ഒരു അന്വേഷണവും നടപടിയും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ മേഖലയും തളരും. ഇ.ഡി. അവരുടെ വഴിക്ക് പോകട്ടെ. പ്രതികളെ രക്ഷിക്കുവാൻ ശ്രമിക്കരുത്. ഇ.ഡി. കയറാത്ത സംഘങ്ങളെ സുരക്ഷിതമാക്കുക. സഹകരണ തട്ടിപ്പ് നടത്തിയത് CPM-കാർ മാത്രമാണെന്ന് ആരും കരുതില്ല. കോൺഗ്രസുകാരനോ കേരള കോൺഗ്രസുകാരനോ ലീഗുകാരനോ CPI-കാരനോ ഒക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും പിടിക്കണം. കൊടിയുടെ നിറം നോക്കി തട്ടിപ്പുകാരനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇത്തരം കേസുകളിൽ പ്രതി BJP-കാരായിരുന്നെങ്കിൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ഇല്ലെന്നാണ് അനുഭവം. അതാണ് രാഷ്ട്രീയ പ്രേരിതമായ നടപടി. കുറ്റവാളികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നത് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നവരെ പിന്നീട് ചോദ്യം ചെയ്യുകയോ പിടിക്കുകയോ ചെയ്യണമെങ്കിൽ അധികാരം കിട്ടണം. ഇച്ഛാശക്തി വേണം. അധികാരത്തിലുള്ളവർ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ കേരളത്തിൽ എത്രയോ ഉണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തന്നെ എന്തേ ഇഴഞ്ഞു നീങ്ങി? ക്രൈംബ്രാഞ്ചിന് മൊയ്തീനിലേക്കോ അരവിന്ദാക്ഷനിലേക്കോ എത്താനാകാതിരുന്നത് എന്തുകൊണ്ട്? ഏറ്റവും പുതിയ കഥ തന്നെ നോക്കുക. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു തട്ടിപ്പാണ് വിഷയം. അതിൽ ആരോപണ വിധേയരായവരിൽ ഒരാൾ CPM-നെ തന്നെ തട്ടിച്ചതായാണ് വാർത്തകൾ വരുന്നത്. സ്വന്തം വീട് അടഞ്ഞുകിടക്കുന്നു. പല നോട്ടീസുകൾ വീടിന്റെ ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്നു. രണ്ടാമൻ കൗണ്ടർ കേസ് കൊടുത്തിരിക്കുകയാണ്. ശുഷ്കാന്തിയോടെയുള്ള അന്വേഷണം ഉണ്ടോ? സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അവരുടെ സുഹൃത്തിനെ വരെ തട്ടിക്കൊണ്ടുപോയി പോലീസ് നടത്തിയ അന്വേഷണമില്ലേ? കൊറോണ മൂലം നാട്ടുകാർക്ക് പുറത്തിറങ്ങുവാൻ പോലും വിലക്കുണ്ടായിരുന്ന കാലത്ത് അവർ തിരുവനന്തപുരത്ത് നിന്ന് സുരക്ഷിതയായി ബാംഗ്ലൂർ വരെ എത്തിയില്ലേ? എന്തിന് വീണ റിയാസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മാത്യു കുഴൽനാടന്റെ വസ്തു അളന്നതും തിട്ടപ്പെടുത്തിയതും എല്ലാം എത്ര പെട്ടെന്നായിരുന്നു? എന്നാൽ ഹൈക്കോടതി തന്നെ പലവട്ടം പറഞ്ഞിട്ടും PV അൻവറിന്റെ ഭൂമി അളന്നത് എത്ര കാലതാമസം എടുത്താണ്? താമരശ്ശേരി ലാൻഡ് ബോർഡ് തീരുമാനം എടുത്തതും വല്ലാതെയല്ലേ? മന്ത്രി വീണ ജോർജിനെതിരെ ലീഗ് നേതാവ് KM ഷാജി നടത്തിയ പരാമർശത്തിന് കേസെടുത്ത വനിതാ കമ്മീഷൻ മന്ത്രി MM മണി നടത്തിയ പരാമർശങ്ങളെ കേട്ടിരുന്നു. പാലക്കാട് MP രമ്യ ഹരിദാസിനെ കുറിച്ച് അക്കാലത്തെ ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവൻ നടത്തിയ പരാമർശങ്ങളെ കുറിച്ചും കേസെടുത്തില്ല. അധികാരമുള്ളവർ ഇങ്ങനെയെല്ലാം ചെയ്യും എന്നല്ലേ കേരള സർക്കാരും കാണിച്ചു തരുന്നത്? വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ പറയുന്നവർ കേരളത്തിൽ വിദ്യാഭ്യാസത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നതിൽ അപാകത കാണുന്നുണ്ടോ? അങ്ങനെയല്ലേ ജീവനില്ലാത്ത മതവും മതമില്ലാത്ത ജീവനും എല്ലാം വിവാദമായത്? ഓരോന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ധാർമ്മിക ശക്തി തനിക്കുണ്ടോ എന്നെങ്കിലും ചിന്തിക്കേണ്ടേ? ഇല്ലെങ്കിൽ ജനം പറയില്ലേ, രണ്ടു കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മാത്രം മന്തുള്ളവനെ മന്തുകാലൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു എന്ന്. അതിന് ആരാണ് കുറ്റക്കാർ? ഇതിനിടെ ഇടതുമുന്നണി സർക്കാരിന്റെ മുഖം വൈകൃതമാണെന്ന് മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ CPI-യുടെ സംസ്ഥാന കൗൺസിലിന്റെ വിലയിരുത്തൽ ഇടതുമുന്നണി സർക്കാരിന് വല്ലാത്ത അടിയായി. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിൽ അല്പമെങ്കിലും തന്റേടത്തോടെ കാര്യങ്ങൾ പറയുന്ന കക്ഷിയാണ് CPI. 2 ടേമുകളിലായി 7 വർഷം പിന്നിട്ട സർക്കാരിന് അഭിമാനിക്കത്തക്ക ഒരു പദ്ധതിയും നടപ്പാക്കാനായില്ലെന്ന് CPI സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയരുന്നു. വിവാദങ്ങളിലും അഴിമതി ആരോപണങ്ങളിലും അടിക്കടി വീഴുന്ന സർക്കാർ മാസപ്പടി കേസിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ആർക്കും ദഹിക്കുന്നതല്ല. മുഖ്യമന്ത്രിയെ കാണാൻ ജനങ്ങൾക്കാവുന്നില്ല. കേരളീയം പോലുള്ള പരിപാടികൾ ദൂർത്താണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്താൻ പോകുന്ന ജനസദസ് പാഴാകും. ഇന്നത്തെ നിലയിൽ പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് സംസ്ഥാന കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. തോമസ് ഐസക്, G സുധാകരൻ, MA ബേബി എന്നീ മുൻ മന്ത്രിമാർ നടത്തിയ പൊതിഞ്ഞു പറഞ്ഞ വിലയിരുത്തൽ CPI കുറെ കൂടി ശക്തമായി പറഞ്ഞു.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ JDS BJP മുന്നണിയിലാവും മത്സരിക്കുക എന്നത് കേരളത്തിൽ ഇടതുമുന്നണിക്കും BJPക്കും തലവേദനയാവും. കേരളത്തിലെ ഇടതുമുന്നണിയിൽ അംഗമാണ് JDS. ദേശീയ നേതൃത്വം BJP മുന്നിൽ ആയതോടെ അതിനോട് യോജിപ്പില്ലെങ്കിൽ പുതിയ പാർട്ടി പോലും ഉണ്ടാക്കാം. എന്നാൽ നിയമസഭയിൽ പാർട്ടി മാറാനാവില്ല. പാർട്ടി മാറിയാൽ നിയമസഭയിലെ അംഗത്വം നഷ്ടപ്പെടും. അത്തരമൊരു ദുരന്തം ഒഴിവാക്കുന്നതിന് MP വീരേന്ദ്രകുമാർ MP സ്ഥാനം രാജിവെച്ചിരുന്നു. എന്നാൽ അതുപോലെ രാജിവെച്ച് പുതിയ ജനവിധി തേടുവാൻ മന്ത്രി K കൃഷ്ണൻകുട്ടിക്കോ മാത്യു T തോമസിനോ സാധിക്കില്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കടന്നുകൂടുക അത്ര എളുപ്പമല്ല എന്നതാണ് അവസ്ഥ. കർണാടകയിലെ തീരുമാനം സംസ്ഥാന ഘടകങ്ങൾക്ക് ബാധകമല്ലെങ്കിലും അവർക്ക് ഇഷ്ടം പോലെ തീരുമാനം എടുക്കാമെന്നും ദേശീയ അധ്യക്ഷൻ ദേവഗൌഡ വ്യക്തമാക്കിയിട്ടുണ്ട്. 2006 സമാന സ്ഥിതി ഉണ്ടായതാണ്. അന്നത്തെ പോലെ മാത്യു T തോമസ് സഹകരിക്കണം എന്നാണ് ഗൌഡയുടെ അഭ്യർത്ഥന. ദേശീയ അധ്യക്ഷ സ്ഥാനം മാത്യു Tക്ക് കൊടുക്കാം എന്നുവരെ അദ്ദേഹം പറഞ്ഞതായാണ് വാർത്ത. കർണാടകത്തിൽ ഉണ്ടാകാവുന്ന വംശനാശം ഭയന്നാണ് BJPയുമായി പാർട്ടി BJPയോട് കൂട്ടുകൂടിയതെന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. NDA മുന്നണിയിൽ അംഗമായ പാർട്ടിയോടൊപ്പം ഭരിക്കുന്നത് CPM നടത്തുന്ന മുസ്ലിം പ്രീണനത്തെ വല്ലാതെ ബാധിക്കാം. ഇടതുമുന്നണിയിൽ ആർക്കും പുതിയ ബന്ധത്തിൽ വലിയ അമർഷം ഉള്ളതായി പ്രകടമാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തൊട്ടവനെ തൊടില്ല എന്നില്ലെന്ന EMSന്റെ പഴയകാല ലൈൻ പിണറായിക്ക് സ്വീകരിക്കാനായേക്കാം. പക്ഷേ മുസ്ലിം സമൂഹം വല്ലാതെ പ്രതികരിക്കാം. അവർക്ക് അത്ര ഇഷ്ടമാണ് BJP മുന്നണിയെ. സംസ്ഥാന നിയമസഭ പാസാക്കിയ 8 ബില്ലുകൾ പിടിച്ചുവെച്ചിരിക്കുന്ന കേരള ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുവാൻ കേരളവും തീരുമാനിച്ചു. നിയമസഭ പാസാക്കി 10 വർഷം പിന്നിടുന്ന ബില്ലുകൾ ഗവർണർ അംഗീകരിക്കാത്തതായി ഉണ്ട്. തെലുങ്കാന, തമിഴ്നാട് സർക്കാരുകളും ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ വല്ലാതെ ഉലയുന്ന സർക്കാർ ജനശ്രദ്ധ മാറ്റിവിടാൻ കൂടിയാണ് ഈ നീക്കം നടത്തുന്നതെന്ന് ചിത്രീകരണമുണ്ട്. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളിൽ ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലും വൈസ് ചാൻസലർ നിയമനത്തിന് സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കൊടുക്കുന്ന നിയമവും ഉണ്ട്. മനുഷ്യാവകാശ കമ്മീഷനായി ജസ്റ്റിസ് മണികുമാറിനെ നിയമിക്കുന്നതിനുള്ള ഫയലും സംസ്ഥാന PSCയിലേക്ക് 4 അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള ഫയലും എല്ലാം മാസങ്ങളായി രാജ്ഭവനിൽ ഉറങ്ങുകയാണ്. ലോകായുക്തയുടെ മുന്നിൽ വരുന്ന കേസുകളുടെ എണ്ണം 2019 ശേഷം 5-1 കുറഞ്ഞു. 2018 1578 കേസുകൾ വന്ന ലോകായുക്തയ്ക്ക് 2022 കിട്ടിയത് വെറും 303 കേസുകൾ. 2020 205-ഉം 2021 227 കേസുകളാണ് കിട്ടിയത്. ഈ കുറവിന് 2 കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ ലോകായുക്തയിലുള്ള വിശ്വാസം ചോർന്നു, അല്ലെങ്കിൽ കേരളത്തിൽ അഴിമതി കുറഞ്ഞു. കേരളത്തിൽ അഴിമതി കുറഞ്ഞു എന്ന് വിശ്വസിക്കുവാൻ പുറത്തുവരുന്ന തട്ടിപ്പ് കഥകൾ സമ്മതിക്കില്ല. 2019 നിയോഗിക്കപ്പെട്ട ഇപ്പോഴത്തെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെയും ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫിന്റെയും കാലാവധി 2024 പൂർത്തിയാകും. അവർ സ്ഥാനമേറ്റ 2019 1057 കേസുകൾ ഫയൽ ചെയ്തിരുന്നു. ആ വർഷം 959 കേസുകൾ തീർപ്പാക്കുകയും ചെയ്തിരുന്നു. ഇടതുമുന്നണിയിലെ മുൻധാരണയനുസരിച്ച് 2 മന്ത്രിമാർ മാറേണ്ട കാലമായി. ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും INLന്റെ ദേവർകോവിലും മാറണം. പകരം കേരള കോൺഗ്രസ് Bയിലെ KP ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കടന്നുവരണം. പുതിയ മന്ത്രിമാർ വരുമോ? വരുന്നതോടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മുൻധാരണകൾ നടപ്പാക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ആന്റണി രാജു പോകുമ്പോൾ ലത്തീൻ കത്തോലിക്കനുള്ള മന്ത്രിസ്ഥാനം ഇല്ലാതാകുന്നു. ലത്തീൻ കത്തോലിക്ക സമുദായം സംഘടനയുമായി തുറന്ന പോരാട്ടത്തിലാണ്. ആന്റണി രാജു എന്നതുകൊണ്ട് അവർ അദ്ദേഹത്തിന് വേണ്ടി ബാധിക്കാനൊന്നും തുനിയാനിടയില്ല. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടികൂടിയ ഓസ്ട്രേലിയക്കാരിൽ നിന്നും പിടികൂടിയ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം കാണിച്ച് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിന്റെ കാരണം പറഞ്ഞ്
VS ഒരിക്കൽ രാജുവിന് നിയമസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതാണ്. കേസ് പുനരന്വേഷിക്കുവാൻ ഹൈക്കോടതി ഉത്തരവായി. അതിനെതിരെ രാജു സുപ്രീം കോടതിയിൽ നൽകിയ പരാതി സുപ്രീം കോടതി ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു. ജഡ്ജി CT രവികുമാറാണ് കേസ് പരിഗണിക്കുന്നത്. രാജുവിന് നല്ലതല്ല കോടതിയുടെ നിലപാട്. കോടതി ജീവനക്കാരനായ ജോസാണ് രണ്ടാം പ്രതി. മന്ത്രിസ്ഥാനത്തിനു വേണ്ടി KP ഗണേഷ് കുമാർ കാണിച്ചതായി പറയപ്പെടുന്ന ചില രാഷ്ട്രീയ ചതിയുടെ കഥകൾ പുറത്തുവരുന്ന കാലമാണിത്. അക്കഥകൾ പക്ഷേ അദ്ദേഹത്തിന് ഇടതുമുന്നണിയിൽ മോശമായ ഘടകമാവില്ല. ഇടതുമുന്നണിക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. എന്നാൽ കൊട്ടാരക്കര കോടതി അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാകണമെന്ന് നടത്തിയിരിക്കുന്ന നിർദ്ദേശം അത്ര നല്ല സൂചനയല്ല. അഹമ്മദ് ദേവർകോവിൽ പുറത്തു പോകുമ്പോൾ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യത്തിലും കുറവ് വരുന്നു. ഇതിനിടെ NCPയിലെ കുട്ടനാട് MLA തോമസ് മന്ത്രിസ്ഥാന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 2 MLAമാരുള്ള പാർട്ടിയുടെ മന്ത്രിസ്ഥാനം 2 വർഷം വീതം പങ്കിടണമെന്നാണ് തോമസ് ആഗ്രഹിക്കുന്നത്. ശശീന്ദ്രനോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയോ ഈ അവകാശവാദത്തെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പിണറായി അംഗീകരിച്ചുകൂടാ എന്നും ഇല്ല. ജനതാദളിൽ പ്രശ്നമായി. ശ്രേയംസ് കുമാറിന്റെ പാർട്ടി മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഏക MLA ആയ മോഹനാവും മന്ത്രി. അവർക്ക് ബദലായുള്ള ജനതാദൾ S ഇപ്പോൾ ദേശീയ തലത്തിൽ BJPക്ക് ഒപ്പമാണ്. അത് നിശ്ചയമായും ഇടതുമുന്നണിക്ക് അയോഗ്യതയാണ്. അതുകൊണ്ട് കൃഷ്ണൻകുട്ടിയെ മാറ്റി മോഹന് കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഭീഷണിപ്പെടുത്താനുള്ള ജനപിന്തുണയൊന്നും ഒരു കക്ഷിക്കും ഇല്ലാത്തതുകൊണ്ട് പിണറായി പറയുന്നത് പോലെ തന്നെ നടക്കും. കേരള പോലീസ് മേധാവി ഡോക്ടർ ദേവർഷ് സാഹിബിന്റെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലെ പോലീസ് സെപ്റ്റംബറിൽ നടത്തിയ മയക്കുമരുന്ന് വേട്ടയിൽ സംസ്ഥാനത്താകെ നിന്നും 240ശേഷം നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന മയക്കുമരുന്ന് വേട്ടയിലാണ് പോലീസ് ഇത്രയും പേരെ പിടികൂടിയത്. 244 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് 246 കേസും രജിസ്റ്റർ ചെയ്തു. എറണാകുളം ജില്ലയിൽ നിന്നും 74 പേരും ആലപ്പുഴ ജില്ലയിൽ നിന്നും 45 പേരും പിടിയിലായി. 81.46 ഗ്രാം MDMA, 10.35 കിലോഗ്രാം കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ തുടങ്ങിയവയും പിടിച്ചെടുത്തു. ഓരോ മയക്കുമരുന്ന് കച്ചവടക്കാരനും ഒരു വലിയ ചങ്ങലയിലെ കണ്ണിയാണ്. കണ്ണികളിലൂടെ ഇരുവശത്തേക്കും വ്യാപിച്ചിരിക്കുന്ന കണ്ണികളെ കണ്ടെത്തുവാൻ പലപ്പോഴും ഒരു ഹണ്ടും ലക്ഷ്യമിടാറില്ല. 244 മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടിച്ചതും 246 കേസ് രജിസ്റ്റർ ചെയ്തതും അവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തതും പ്രശംസനീയമായ കാര്യങ്ങളാണെങ്കിലും കണ്ണികളിലൂടെ മുകളിലേക്കോ താഴേക്കോ പോകുവാൻ ആത്മാർത്ഥമായ നീക്കം ഉണ്ടാകുന്നില്ല എന്ന പരാതി ബാക്കി നിൽക്കുന്നു. കൂറ്റൻ സ്രാവുകൾ വിഹാരം തുടരുന്നു. കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതൽ വ്യാപകമാകുന്നു. കേരള പോലീസിൽ മുസ്ലിം തീവ്രവാദ ബന്ധമുള്ള 873 ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായി NIA കേരളത്തിലെ പോലീസ് DGPക്ക് വിവരം കൊടുത്തതായി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം തീവ്രവാദ ബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ സംഖ്യ സംബന്ധിച്ച് NIA നൽകിയ മുന്നറിയിപ്പ് സംബന്ധിച്ച കണക്കുകൾ ശരിയാണെങ്കിലും അല്ലെങ്കിലും തീവ്രവാദികളായ ഉദ്യോഗസ്ഥർ കേരള പോലീസിന്റെ മർമ്മപ്രധാനങ്ങളായ പദവികളിൽ കടന്നുകയറിയതിന്റെ തെളിവുകൾ പലവട്ടം പുറത്തു വന്നിട്ടുണ്ട്. കേരള പോലീസിന്റെ ആസ്ഥാനത്തെ രഹസ്യ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ചില ഉദ്യോഗസ്ഥരുടെ പുറത്തുപോയ വിവരങ്ങൾ സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു. കോടതി വിധിയിലൂടെ അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറിയതായാണ് വാർത്ത. ഇടുക്കിയിൽ അനസ് എന്ന ഉദ്യോഗസ്ഥൻ തീവ്രവാദ ബന്ധത്തിന് പുറത്താകേണ്ടി വന്നു. പച്ച വെളിച്ചം പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു. ലവ് ജിഹാദ് കേസുകളിലടക്കം ഉണ്ടായ പരാതികളിൽ ശരിയായ നടപടി ഉണ്ടാകാതിരുന്നതിന്റെ പല കഥകളുണ്ട്. അതും സാധാരണക്കാരുടെ മനസ്സിൽ അപായ ചിന്തയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത കാലത്ത് ഒരു ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായാണ് വാർത്ത വരുന്നത്. തീവ്രവാദ സംഘടനയ്ക്ക് വിവരം കൊടുക്കുന്നതിനാണ് സൈബർ സെൽ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത് എന്നാണ് വാർത്തകൾ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിൽ
ഏതാണ്ട് നിത്യേന എന്ന പോലെ റെയ്ഡും അറസ്റ്റും നടക്കുന്നു. കേരള സർക്കാർ ഒന്നും അറിയുന്നില്ല. തീവ്രവാദികളുടെ താവളമായി കേരളം മാറിയതായ സന്ദേഹമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ സന്ദേഹം മാറ്റുവാൻ ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പല ആഹ്വാനങ്ങളും അമ്പരപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. കഴിഞ്ഞ ആഴ്ച MLA-മാരുടെ നിയമസഭാ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തി. പലരുടെയും പ്രവർത്തനം നിലവാരം പുലർത്തുന്നില്ല. കരുണാകരനും ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത നാളുകളിൽ കേരളത്തിലെ കോൺഗ്രസ് നിശ്ചയമായും സൂപ്പർ താരങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ പിണറായിയുടെ ഭരണം മൂലം ജനം ആരുമില്ലെങ്കിലും കോൺഗ്രസിനൊപ്പം എന്ന് പിടിക്കുന്ന കാലവുമാണ്. ഈ മനസ്സ് നശിപ്പിക്കാനാവുക കോൺഗ്രസുകാർക്ക് മാത്രമാണ്. ഞാനില്ലെങ്കിൽ ആരും വേണ്ട, പാർട്ടിയും വേണ്ട, മുന്നണിയും വേണ്ട എന്ന ശരാശരി കോൺഗ്രസ് മനസ്സുള്ള നേതാക്കൾ മൈക്കിനു വേണ്ടി നടത്തിയ പിടിവലി കരുണാകരനും AK ആന്റണിയും ഒന്നിച്ച പത്രക്കാരെ കണ്ടപ്പോഴെല്ലാം കരുണാകരനാണ് ആദ്യം സംസാരിച്ചത്. രമേശ് ചെന്നിത്തലയും കരുതിയിരുന്നത്. K മുരളീധരനും ആന്റണിയും ഒന്നിച്ച് പത്രക്കാരെ കണ്ട സംഭവം ഓർമ്മയിൽ വരുന്നില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം AK ആന്റണിയുടെ ഭാര്യയും BJP ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ആന്റണിയുടെ അമ്മയുമായ എലിസബത്ത് ആന്റണിയുടെ വിശ്വാസ സാക്ഷ്യം സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് വളരെ വലിയ ക്രൂരതയായി. കോൺഗ്രസിന്റെയും BJPയുടെയും സമുന്നത നേതാക്കളുടെ കുടുംബമാണ് എലിസബത്തിന്റെ അജ്ഞാനം. അപ്പന്റെയും മകന്റെയും നന്മയ്ക്കു വേണ്ടി ആ അമ്മ കൃപാസനത്തിലെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടിയെടുത്തു. ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി. മാതാവ് ആ കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നു. എലിസബത്തിന് വേണ്ടത് അതാണ്. അത് മാതാവ് സാധിച്ചു കൊടുത്തു. അതാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവർ സാക്ഷ്യപ്പെടുത്തിയത്. 1-2 വട്ടം ആറ്റുകൽ ദേവിക്ക് പൊങ്കാലയും ഇട്ടിട്ടുണ്ട് എലിസബത്ത്. അത് ഭർത്താവിന് ഉപരാഷ്ട്രപതി സ്ഥാനം കിട്ടാനായിരുന്നു എന്ന് അക്കാലത്ത് പലരും പരിഹസിച്ചിരുന്നു. ക്രൈസ്തവ വിശ്വാസികൾക്ക് പക്ഷേ അത് ഇടർച്ചയായി. മതേതരത്വം എന്നാൽ എല്ലാ മതത്തിലെയും ദൈവങ്ങളെയും ആരാധിക്കുന്നതല്ല, ഓരോ മതത്തിലെയും വിശ്വാസിക്ക് അതിന് അവകാശമുണ്ട് എന്ന് അംഗീകരിക്കുന്നതും ആ അവകാശം പാലിക്കുവാൻ നിലകൊള്ളുന്നതുമാണ്. കോൺഗ്രസും സഖ്യകക്ഷികളും അടങ്ങുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ ഭാരതത്തിൽ മുസ്ലിം തീവ്രവാദികൾ വല്ലാതെ ശക്തമാകും എന്ന ചിന്ത BJPക്കാരുടെ സഹായം ഇല്ലാതെ തന്നെ ശക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്ന കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. മുസ്ലിം തീവ്രവാദികൾ ഈ സംസ്ഥാനങ്ങളിൽ വളരെ സുരക്ഷിതരായി സംരക്ഷിക്കപ്പെടുന്നു എന്ന ചിന്ത ശക്തമാക്കുന്ന കണ്ടെത്തലുകളാണ് NIA റെയ്ഡുകളിലൂടെ പുറത്തുവരുന്നത്. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുവാൻ നോക്കിയാൽ ജനം കണ്ണടച്ച് വിശ്വസിക്കില്ല. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലും DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്ന പരിശോധനകളും കണ്ടെത്തലുകളും തരുന്ന സൂചനകൾ മുസ്ലിം തീവ്രവാദികൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതായി കരുതി പോകുന്ന സംരക്ഷണത്തിന്റെ അടയാളങ്ങളാണ്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.